മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബോളിവുഡ് വേൾഡിന്റെ സെക്കൻഡ് പാർട്ടിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്പെയിനിലെ സോൺ വരെ കണ്ടു നിർത്തിയതാണ് കഴിഞ്ഞ വീഡിയോ വരെ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇനി അമേരിക്കൻ സോണിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ കയറുന്നതിന് മുമ്പ് തന്നെ സ്പെയിൻകാരുടെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന സൂപ്പർ ഹീറോസിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതായത് നമ്മുടെ സ്പൈഡർമാനും ഒക്കെ അങ്ങനെ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല ത്രില്ലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു പെർഫോമൻസിന് ശേഷം കുട്ടികളുമൊക്കെ ആയിട്ട് ഇതുപോലെ ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ അവർ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് സോൺ ആയിരുന്നു അത്. ഇനി നമുക്ക് അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് പോവാം. സ്പെയിനിലെ കാഴ്ചകൾ കണ്ട് ഇനി ഞങ്ങൾ അമേരിക്കയിലൊന്ന് പോയേച്ച് വരാം. അങ്ങനെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് US ബോർഡറിലാണ്. അപ്പോൾ നല്ല വാം വെൽക്കമിങ് ആയിട്ടുള്ള നല്ല ലാൻഡ്സ്കേപ്പുകളും ബ്രിഡ്ജും ഒക്കെ ആയിരുന്നു അവർ ക്രിയേറ്റ് ചെയ്തിരുന്നത്. റിയലി നമ്മൾ അമേരിക്കയുടെ ഒരു അമേരിക്കയിൽ നിൽക്കുന്ന പോലെ തന്നെയുള്ളൊരു ഫീല് വരത്തക്ക രീതിയിലുള്ള അടിപൊളി സെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ അവരുടെ പോലീസ് കാറാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അമേരിക്കയുടെ സോണിൽ നിന്നുകൊണ്ടും നമുക്ക് ഇതുപോലെ ലേക്കിന്റെ നല്ലൊരു പിക്ചർ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ലേക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് നമ്മളുടെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ തടാകമാണ് ഈ ബോളിവുഡ് വേൾഡിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ലഗൂൺ സർവീസുകളും ഒക്കെ ഉണ്ട്. പെർ ഹെഡ് 40 റിയാൽ ാണ്. അപ്പൊ നമ്മൾ ഈ ബോളിവുഡ് വേൾഡിന്റെ ഏതൊരു സോണിൽ നിന്നുകൊണ്ട് നോക്കിയാലും ഈ ഒരു ലേക്കിന്റെ ഭംഗി നമുക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ അമേരിക്കയുടെ ആ ഒരു സോണിലേക്ക് കടന്നിരിക്കുകയാണ്. അവരുടെ നല്ല ഭംഗിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പും ബ്രിഡ്ജുകളും ഒക്കെ, ഓവർ ബ്രിഡ്ജുകളും ഒക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവരുടെ ടാക്സി, അവരുടെ എന്താ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റുകളും കോഫി ഷോപ്പുകളുടെയും എല്ലാം ഔട്ട്ലെറ്റുകളാണ് ഈ ഓരോ ബിൽഡിങ്ങിലും അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെ ഫുഡൊക്കെ കഴിക്കുന്നതിനുമൊക്കെ പ്രത്യേകം ടോക്കൺ എടുത്തൊക്കെ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോയ്ക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഗാർഡനിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത് അമേരിക്കയുടെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാകർഷണമായ റെഡ് മേപ്പിൾ ട്രീ ആണ് അവരുടെ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് ഒക്കെ അമേരിക്കൻ മാതൃകയിലുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഓരോ ബിൽഡിങ്ങിനകത്തും KFC, മക്ഡൊണാൾഡ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുടെയും കോഫി ഷോപ്പുകളുടെയും ഒക്കെ ഔട്ട്ലെറ്റാണ് ആ ഓരോ അമേരിക്കൻ ബിൽഡിങ്ങിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം പോകുന്നതിന് ആ ഫുഡെല്ലാം കോഫിയെല്ലാം ടേസ്റ്റ് ചെയ്യുന്നതിനുമൊക്കെ നമുക്ക് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവന്നപ്പോഴാണ് അമേരിക്കയുടെ സോണിൽ അവരുടെ അന്നത്തെ ആർട്ടിസ്റ്റുകൾ അമേരിക്കൻ ഫേമസ് ഡാൻസായ വെസ്റ്റേൺ കൺട്രി ഡാൻസ്, അതായത് ഒരു വെസ്റ്റേൺ മ്യൂസിക്കിൽ കൺട്രി ഡാൻസ് എന്ന് പറയും, അതായിരുന്നു അന്ന് അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. വളരെ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ള അവരുടെ ഒരു വെസ്റ്റേൺ മ്യൂസിക്, അതായത് വെസ്റ്റേൺ കൺട്രി ഡാൻസ് നമുക്കത് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ അടുത്ത കൺട്രി സോണായ ഫ്രാൻസിലേക്ക് കയറുകയാണ്. അപ്പോൾ ഫ്രാൻസിന്റെ എൻട്രൻസിൽ തന്നെ അവർ വെച്ചിരിക്കുന്നത് അവരുടെ
ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ദ ആർക്ക് ദേ ട്രയംഫ് എന്ന ഒരു ചരിത്ര സ്മാരകമാണ്. മോണ്യുമെന്റ്സ് എന്ന് പറയും. അതായത് അത്രയും വിശ്വവിഖ്യാതമായ അവരുടെ ഒരു ചരിത്ര സ്മാരകമാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പാരീസിൽ തന്നെ ഏറ്റവും വലിയ ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രയംഫ് ആണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 1836 ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ഫ്രാൻസിന്റെ എൻട്രൻസിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അവിടെ നിന്ന് എൻട്രൻസിന്റെ അവിടെ നിന്ന് ആർക്ക് ഡേ ട്രയംഫിന്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവർ ഈഫൽ ടവറിന്റെ ഭംഗിയും ആ LED പ്രൊജക്ഷനിലൂടെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂഡായിരുന്നു. അപ്പോൾ അവരുടെ ലാൻഡ്സ്കേപ്പും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ബിൽഡിംഗ് ആണെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുടെയും കോഫി ഷോപ്പുകളുടെയും ഒക്കെ ഔട്ട്ലെറ്റുകളാണ് ഈ ഓരോ ബിൽഡിങ്ങിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മൾ അമേരിക്ക വിസിറ്റ് ചെയ്തപ്പോഴാണെങ്കിലും സ്പെയിൻ, അതുപോലെ തന്നെ ഇനി ഇറ്റലി വരുന്നുണ്ട്, ഫ്രാൻസ് ഒക്കെ ഇതുപോലെ കെട്ടിടങ്ങളെല്ലാം അവർ ഭംഗിയായിട്ട് പൂക്കളാൽ അലങ്കരിക്കുന്നതിൽ അവർ വളരെ തൽപരരാണ് എന്ന് തോന്നിയിരുന്നു. അപ്പോൾ അവരുടെ കെട്ടിടങ്ങളെല്ലാം അത്ര ഭംഗിയായിട്ടാണ് അവർ നമ്മൾ മൂവീസിലൊക്കെ കാണുന്നത് പോലെ തന്നെ അത്ര ഭംഗിയായിട്ടാണ് അവരുടെയൊക്കെ കെട്ടിടങ്ങളും അവർ അലങ്കരിച്ചിരിക്കുന്നത്. പൂക്കളാലും പലവിധ നിറങ്ങളാലുള്ള പൂക്കളാലാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പും ഗാർഡനിങ്ങും ഒക്കെ ഫ്രാൻസിന്റെ ആ ഒരു കൺട്രി സോണിലും കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ പാരീസിനുള്ളിലൂടെയും ഈ ലേക്ക് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ വന്നപ്പോഴും ആ ഒരു സോണിൽ നിന്നുകൊണ്ട് ലേക്കിന്റെ ഭംഗി ആസ്വദിക്കുവാനും ലഗൂൺ സർവീസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത്, ഈ ലേക്കിന്റെ ഭംഗി അത് നമ്മൾ വന്ന് കണ്ട് തന്നെ അറിയണം. അത്ര ഭംഗിയായിട്ടുള്ള ഒരു ലേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ ചൈനയിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൈനീസ് ആർട്സും അവരുടെ കൾച്ചറൽ പ്രോഗ്രാമും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട അവരുടെ കരകൗശല വസ്തുക്കളും അവരുടെ ആർട്ടും ഷുഗർ ആർട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ചൈനയുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ചോപ്പ് സ്റ്റിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അവരുടെ വളരെ പ്രധാനപ്പെട്ട ആർട്ടുകളും അവരുടെ എന്താ പറയുന്നത് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള അവരുടെ ക്രിയേറ്റിവിറ്റികളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ അവർ ഭയങ്കര ആയിട്ടുള്ള എന്താ പറയുന്നത് മെസ്മറൈസിങ് ആയിട്ടുള്ള ഒരു കളർ തീമോട് കൂടിയാണ് അവരുടെ ആ ഒരു ലൊക്കാലിറ്റി അവർ പ്രസന്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൈനയെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു വളരെ പ്രത്യേകതയുണ്ട്. അവരുടെ ആ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും ഒക്കെ രണ്ടറ്റവും 4 സൈഡും വളഞ്ഞിരിക്കുന്നതും കൊമ്പ് രീതിയിലുള്ളതും ഒക്കെ ആയിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള കെട്ടിടങ്ങളാണ് ചൈനയുടേത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല കളർ തീമാണ്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള
ലൈറ്റിങ്സും ഡെക്കറേഷനോട് കൂടിയ കെട്ടിടങ്ങളാണ് ചൈനയുടെ ആ ഒരു കൺട്രി സോണിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു സോണെന്ന് തോന്നിയതും ചൈന തന്നെയാണെന്ന് പറയാം. അത്രയും നല്ലൊരു കളറായിരുന്നു ചൈനയ്ക്കുള്ളിലേക്ക് നമ്മൾ കയറിയപ്പോൾ നമുക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ അവരുടെയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് തീമുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, മസാജ് സെൻറ്റർ എല്ലാം നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതും ഒന്ന് ഓടിച്ച് കാണിക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇറ്റലിയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇതിൽ മിന്നിത്തിളങ്ങി ചൈന നിൽക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇറ്റലിയുടെ എൻട്രൻസിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെ എത്ര ഭംഗിയായിട്ട് അവർ അതേപോലെ തന്നെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറ്റലിയുടെ ഈ ഒരു പോർഷൻ ഫുള്ള് കണ്ടില്ലേ, അവിടുത്തെ കെട്ടിടങ്ങളുമെല്ലാം ഇതേപോലെ തന്നെ നമ്മൾ ഫ്രാൻസിൽ കണ്ടതുപോലെ തന്നെ പൂക്കളാൽ അലങ്കൃതമായ കെട്ടിടങ്ങളും അതിനുള്ളിൽ അവരുടെ പ്രധാനപ്പെട്ട കോഫി ഷോപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെനീസിൽ നിൽക്കുന്നത് പോലെ തന്നെയുണ്ട് കേട്ടോ. വെനീസൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക,
കെട്ടിടങ്ങളുടെ എല്ലാം ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ബോട്ടുകളും ഒക്കെ റിയലി നമുക്കൊരു വെനീസിൻ്റെ ഫീല് തരുന്ന ഒരു ലൊക്കാലിറ്റിയാണ് ഇറ്റലിയിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈ ലേക്കാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. അപ്പോൾ ഇറ്റലിയുടെ ബിൽഡിങ്ങുകളും അവരുടെ നല്ല ഭംഗിയായിട്ടുള്ള കളറൊക്കെ കൊടുത്തുകൊണ്ടുള്ള കെട്ടിടങ്ങളും അവിടെ എല്ലാം പൂക്കളുടെ ഭംഗിയെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെനീസിൽ നിൽക്കുന്ന പോലുള്ള ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമ്മൾ ഇറ്റലി കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ജപ്പാനാണ്. ജപ്പാനിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല ക്ലൈമറ്റാണ്, നല്ല അടിപൊളി ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. നമ്മളെന്താ പറയുക, നമ്മൾ കണ്ടതെല്ലാം ആസ്വദിക്കുക, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. അടിപൊളി. ഇതിൽ കാണുന്നത് ഗ്രീസിൻ്റെ ഒരു മാതൃകയാണ്. ജപ്പാൻ ഇനി കാണാനുണ്ട്, ഗ്രീസ് ഉണ്ട്, അതുകൂടെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി കാഴ്ചകളൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. 4 ചുറ്റും ഫുള്ള് നദികളും കനാലുകളും ഒക്കെയാണ് കേട്ടോ. ഫുൾ ടൈം ബോട്ട് സർവീസിങ്, ബോട്ടിൽ യാത്രയുണ്ട്. കേബിൾ കാർ പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മളൊരു ബോളിവുഡ് റിയാദ് സിറ്റിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ബോളിവുഡിൽ നിന്നും പുതിയതിലേക്ക് വരാനായിട്ട് കേബിൾ കാറുണ്ട്, അത് പാസ് ചെയ്യുന്നുണ്ട്, അത് കാണാം. അതുപോലെ നല്ല ക്ലൈമറ്റ്, നല്ലൊരു പോസിറ്റീവ്, നല്ലൊരു ഫീലാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സലൻറ്റ്. അപ്പോൾ ഇവിടെ ഇതാണ് കേബിൾ കാറിൻ്റെ ആ ഒരു ലൊക്കേഷൻ. ഇത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടവർക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള റിയാദ് ബോളിവുഡ് സിറ്റിയിലേക്ക് പോകാം. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കും വരാം. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള ഒരു കേബിൾ കാർ സർവീസാണ് ഇവർ കാണിക്കുന്നത്.
അങ്ങനെ ഞങ്ങളിത് നടന്ന് 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 അറ്റ് ദ എൻഡ് നമ്മൾ ജപ്പാന്റെ കൺട്രി സോണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജപ്പാന്റെ വിശേഷങ്ങളും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവരുടെ ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ്സും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. എനിക്കത് ഓർമ്മ വരുന്നത്. നല്ല നീറ്റാണ് കേട്ടോ. ഒരു വേസ്റ്റിന്റെ ഒരു കുപ്പി പോലും ഒന്നും കാണാനില്ല. നല്ല സ്മെല്ല്. ഏത് സ്ഥലത്ത് ചെന്നാലും നല്ല ഒരു ഫീല്. അടിപൊളി. അതിൻ്റെ അത് കയറിയിട്ട് ഒത്തിരി ഒന്നും അങ്ങനെ തോന്നുന്നില്ല. ഓൾറെഡി 11 മണി കഴിഞ്ഞ് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് 11 മണി വരെ ഉള്ളൂ ഇതിൻ്റെ നമുക്കിങ്ങനെയൊക്കെ നടന്ന് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവരിത് ക്ലോസ് ചെയ്യും. സോ എല്ലാവരും പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പക്ഷെ നല്ല ഒരുപാട് ഫോട്ടോസിന് പറ്റിയ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് ചോയ്സുകളുള്ള ഒരു ഏരിയ.
ഫ്രണ്ട്സ്, നമ്മുടെ ഈ വർഷത്തെ ബോളിവുഡ് വേൾഡ് റിയാദ് സീസൺ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയ കാഴ്ചകളും കാഴ്ചകളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒപ്പം ഒരുപാട് നല്ല മെമ്മറീസ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, എക്സലൻറ്റ് വർക്കാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഒരുപാട് എന്താ പറയുക, വിവിധ രാജ്യങ്ങളുടെ അതേ രീതിയിൽ അവർ ഇവിടെ അത് എന്താ പറയുക റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ്. വെരി എക്സലൻറ്റ്, ഒന്നും പറയാനില്ല. അപ്പോൾ കാണാൻ സാധിക്കുന്നവരും വരാൻ സാധിക്കുന്നവരും ഒക്കെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബോളിവുഡിൻ്റെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഹൈലി റെക്കമെൻഡ്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളും ഒക്കെ ആയിട്ടൊരു വീക്കെൻഡ് വന്ന് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ഒരു നല്ല മെമ്മറി ആയിരിക്കും. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല മെമ്മറീസ് ഒക്കെ ആയിരിക്കും എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ എത്തിയാൽ 11 മണി വരെയാണ് ടൈമുള്ളത്. 11 മണിക്ക് അവർ ക്ലോസ് ചെയ്യും. ഇപ്പോൾ സമയം 11:20 ഞങ്ങളും പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കാർ പാർക്കിംഗ് സെഷനൊക്കെ ഉണ്ട്. നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാതെ പാർക്കിംഗ് ഏരിയയ്ക്ക് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു പിക്ചർ എടുത്ത് വെക്കുന്നതൊക്കെ നന്നായിരിക്കും. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കാറ് കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്നിടത്തൊക്കെ തപ്പിയെടുത്ത് ചെല്ലണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇതിലേക്ക് കാഴ്ചകൾ കാണാനായിട്ട് വരുന്നതൊക്കെ നന്നായിരിക്കും. പിന്നെ എന്താണ്, അപ്പോൾ അത്രേ പറയാനുള്ളൂ. പിന്നെ നല്ല കൂളാണ്, നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ നന്നായിട്ട് നല്ല ജാക്കറ്റും സ്വെറ്ററും ഒക്കെ ഇട്ട് വരാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലൊരു വെൽ ഡ്രസ്സായിട്ടൊക്കെ വരിക. അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ റിയലി വി എൻജോയ്ഡ്. സോ ഹോപ്പ് യു ക്യാൻ ഓൾസോ എൻജോയ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ കാഴ്ചകളുമായി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.